മുഖ്യമന്ത്രിക്കെതിരെ ദീപിക മുഖപത്രം. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ് എന്ന് ദീപികയിൽ വിമർശനം ഉണ്ട്. ക്രൈസ്തവർ പോഴന്മാരെന്ന രീതിയിലാണ് സംസാരിക്കുന്നതെന്നും ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിടണമെന്നും ആവശ്യം. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ദീപികയിലുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു? രാഖി, തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ദീപികയിൽ മുഖപ്രസംഗം വന്നിട്ടുള്ളത്. ക്രൈസ്തവ ന്യൂനപക്ഷമെല്ലാം വെറും പോഴന്മാരാണെന്നാണ് മുഖ്യമന്ത്രി ധരിച്ചു വച്ചിട്ടുള്ളതെന്നുള്ള രൂക്ഷമായ വിമർശനം മുഖപത്രത്തിൽ വന്നിരിക്കുന്നു. അതായത് 2020 നിയോഗിച്ച ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് 2023 മെയ്യിൽ ചെയ്തു എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിനെതിരെയാണ് ഇപ്പോൾ ദീപിക മുഖപത്രം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇക്കാര്യം കുറിച്ചിരുന്നു. ഇത് പൂർണ്ണമായും തെറ്റാണ്. ഇത്തരത്തിൽ ആനുകൂല്യം നടപ്പാക്കിയതായി ക്രൈസ്തവ സമൂഹം അറിഞ്ഞിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തിലെ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നടപ്പാക്കിയ മുഖ്യമന്ത്രിക്ക് നന്ദി പറയാനാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടണം. കാരണം ക്രൈസ്തവ സമൂഹത്തിൽ ഇത്തരത്തിൽ 220 ശുപാർശകൾ നടപ്പിലാക്കിയതിന്റെ യാതൊരു ആനുകൂല്യങ്ങളും കാണാനില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ആരും ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാദം പൂർണ്ണമായും തെറ്റാണ്. 2023 ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷവും യാതൊരു ശുപാർശകളും നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇപ്പോൾ നടപ്പാക്കിയെന്ന വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള വെറും ഗിമ്മിക്ക് മാത്രമാണ് ഇതെന്നാണ് ക്രൈസ്തവ സഭ ഇപ്പോൾ ആരോപിക്കുന്നത്. ഒരു വേളയിൽ നിരീക്ഷണവും നിയന്ത്രണവും ഒരുപോലെ തോന്നുമെന്ന എക്കോ സിനിമയിലെ ചില ഭാഗങ്ങളും കൂടി ചൂണ്ടിക്കാട്ടിയാണ് മുഖപത്രം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പരിഹസിക്കുന്നത്. ഒപ്പം തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്, നേരത്തെ സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി, അതായത് യൂണിഫോം വിഷയത്തിൽ ഒരു സ്കൂൾ മാനേജ്മെന്റിനെതിരെ മതപ്രീണനം ഉദ്ദേശിച്ച് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചില പരാമർശങ്ങൾ ക്രൈസ്തവ സഭ മറന്നിട്ടില്ല. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെ ഇത്തരത്തിൽ തെറ്റായ വാദം മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായും ക്രൈസ്തവ സഭ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ബാക്കിയുള്ള ശുപാർശകൾ ഉടനടി പൂർത്തിയാക്കാനുള്ള ചില നടപടികൾ എടുക്കാമെന്ന് നേരത്തെ മുഖ്യമന്ത്രി നേരത്തെ കഴിഞ്ഞ തവണ സർക്കാരിനെ സമീപിച്ചപ്പോൾ അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുമെന്നും മറ്റും നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ നടപ്പാക്കാതെ ക്രൈസ്തവ സമൂഹം ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ക്രൈസ്തവ സമൂഹത്തിൽ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ കൈപ്പറ്റാനുമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാദം പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 6 യോഗം ചേരുമെന്നും നടപ്പാക്കിയ ശുപാർശകൾ ഏതൊക്കെയാണെന്നും ബാക്കി ശുപാർശകൾ നടപ്പാക്കാനുള്ള തീരുമാനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ ഒന്നും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വാദം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ക്രൈസ്തവ ന്യൂനപക്ഷം അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ന്യൂനപക്ഷം വെറും പോഴന്മാരാണെന്ന ചിന്തയിലാണ്. അത് നടപ്പില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം, ഇല്ലെങ്കിൽ സർക്കാർ തയ്യാറാകണം എന്ന ആവശ്യമാണ് ക്രൈസ്തവ സഭ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക മുഖപത്രം. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്നാണ് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങൾ നൽകിയത് ബീന റാണിയാണ് കൊച്ചിയിൽ നിന്ന്.